ഹലോ ഗെയ്സ്, ഇന്ന് ചെറിയൊരു വൈകുന്നേരത്തെയും രാത്രിക്കെത്തിയ ഒരു ചെറിയൊരു വ്ളോഗ് ചെയ്താലോ. നല്ല ഉള്ളിവട കൊടുത്തിട്ടുണ്ട് ഇവിടെ. അപ്പം നമുക്ക് ഓരോ ഗ്ലാസ് കട്ടൻ ചായ ഉണ്ടാക്കിയിട്ട് ഉള്ളിവടയും ചായയും കൂടി ഒന്ന് കുടിച്ചിട്ട് വരാട്ടാ. നല്ല അടിപൊളി ഉള്ളിവടയാണ് കേട്ടോ. മോന് ഇവിടെ പോയിട്ട് വാങ്ങിക്കൊണ്ടുവന്നതാണ്. ഇവിടെ അടുത്തുനിന്നൊരു ചെറിയൊരു ചായക്കടയിൽ നിന്ന് പോയി വാങ്ങിക്കൊണ്ടുവന്നതാണ്. പക്ഷെ നല്ല ടേസ്റ്റുള്ള ഉള്ളിവടയാണ്. അപ്പോൾ ഇത് കുടിച്ചിട്ട് വേണം. ചിക്കൻ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, അതൊന്ന് വൃത്തിയാക്കി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം രാത്രിക്കൊക്കെ. വേറെ പ്രത്യേകിച്ചുള്ളൊരു മീനോ കാര്യങ്ങളൊന്നും ഇല്ലെന്ന്. അപ്പോൾ ഇതൊന്ന് റോസ്റ്റാക്കി എടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതിനുള്ള ക്ലീനിങ് പരിപാടിയിലാണ് ഞാൻ. 2 വക ആക്കി വെക്കുകയാണ്. കുറച്ച് രാവിലേക്കും കുറച്ച് രാത്രിക്കും. അപ്പോൾ ഫ്രിഡ്ജിലേക്കുള്ളതാണ് ആ ബോക്സിലാക്കി മാറ്റി വെക്കുന്നത്. രാവിലെ എടുത്താൽ മതിയല്ലോ. അതൊക്കെ ഉള്ളത് ഒന്ന് ക്ലീനാക്കി എടുക്കട്ടോ. അത് ക്ലീനാക്കി മാറ്റി വെച്ച് അടുത്തത് ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ശരിയാക്കി വെക്കണം. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി ക്ലീനാക്കിയിട്ട് വരാം. ഇതിൻ്റെ ഇടയിൽ വേറെയും പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടാണ്. ഇതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എന്താണ് പറയുക, ഇതൊരു 7:30 7:45 ടൈമിനാണ് ഇത് വീഡിയോ എടുത്തിരിക്കുന്നത് കേട്ടോ. രാത്രിയാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഉണ്ടാക്കി വെക്കുന്നതാണ് നല്ലത്. ഞാനങ്ങനെയാണ് ചെയ്യാറ് സാധാരണ. പക്ഷേ അപ്പോൾ അത് കഴിഞ്ഞ് പോയാൽ ഇതാണ് ബുദ്ധിമുട്ട്. ഉണ്ടാക്കണ നേരത്തെ പിന്നെ അത് ഉള്ളി പൊളിക്കാൻ നിൽക്കണം. ഉള്ളി പൊളിച്ചുണ്ടാക്കിയെടുക്കണം. അത് കുറേ ഭയങ്കര ടാസ്ക്കാണ്. എന്തായാലും ഉണ്ടാക്കിയല്ലേ പറ്റുള്ളൂ. അപ്പോൾ അതിനുണ്ട് ഉണ്ടാക്കന്നെ. അതിൻ്റെ ഇടയിൽ സഹായത്തിന് വേറെ 2 ആൾക്കാർ ഇവിടെ ഉണ്ട്. വന്നിരുന്ന് ഓരോരോ കാര്യങ്ങൾ അങ്ങനെ പറയുകയാണ്. ചിരിക്കണുണ്ട്, വർത്തമാനം പറയുന്നുണ്ട്. ഒരു നേരം പോക്ക്. അത് കിച്ചണിൽ കയറിയാലുള്ളതാണ്. വന്നിരിക്കലും തല്ലൂടലും സംസാരിക്കലും ഒക്കെ. അതൊരു കണക്കിന് നല്ലതാണ്. നമുക്ക് നേരം പോവുകയും ചെയ്യും, പണികളൊക്കെ വേഗം കഴിയുകയും ചെയ്യും. അപ്പോൾ അതാ എല്ലാം റെഡിയാക്കി വെച്ച് ചിക്കൻ കഴുകി ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ചെയ്ത് വെച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒക്കെ ഇട്ട് മിക്സിയിലിട്ടിട്ട് നല്ല അടിച്ചെടുത്ത് ഒക്കെ റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എന്നും ഇങ്ങനെ കുക്കിംഗ് വീഡിയോ തന്നെ ഇടുമ്പോൾ ബോറടിക്കും. നിങ്ങൾക്കാണെങ്കിലും കാണുന്നവർക്കാണെങ്കിലും പറയുന്ന ഞങ്ങൾക്കാണെങ്കിലും. ഇൻഷാ അല്ലാഹ് പുതിയ നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരണം. അതിന് നിങ്ങളെ സപ്പോർട്ടൊക്കെ കൂടെ ഉണ്ടാവണം. ചലഞ്ചിങ് വീഡിയോ ആയിട്ടൊക്കെ വരണമെന്ന് വിചാരിക്കുന്നുണ്ട്. വെക്കേഷൻ കഴിയോളം എല്ലാം നമുക്ക് കറക്റ്റായിട്ട് ചെയ്യണം. വെക്കേഷൻ കഴിഞ്ഞാലാണ് പിന്നെ ഒക്കെ ടാസ്ക് ആവുക. അതിൻ്റെ ഇടയിൽ ഒരാൾ ഫോണെടുത്ത് പോയിട്ട് ഓരോരോ കോപ്രായങ്ങളൊക്കെ കാട്ടുന്നുണ്ട്. ഇനി നമുക്ക് ചട്ടി വെച്ച് ചിക്കൻ കറിക്കുള്ള പരിപാടിയാണ് ഉണ്ടാക്കി തുടങ്ങാം. ഉള്ളിയൊക്കെ ഇട്ട് കുനുകുനാന്നരിഞ്ഞ ഉള്ളിയാണ്. ഉള്ളിയൊക്കെ ഇട്ട് ചട്ടിയിലിട്ട് വയറ്റിയെടുത്തിട്ട് അതൊന്ന് നല്ല വാടി വരട്ടെ. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം നമുക്ക്. അപ്പോൾ അതിൻ്റെ ഇടയിൽ സഹായത്തിന് ഒരാൾ വന്നിട്ടുണ്ട്. കണ്ണ് തെറ്റിയാ വന്നിട്ട് ഇതാണ് പരിപാടി. ഭയങ്കര ഹെൽപ്പിങ്ങാണ്. ഇത്ര കൈ കൊള്ളും, പറഞ്ഞാലാണ്ട് കേൾക്കില്ല. വന്നിങ്ങനെ ഇളക്കി സഹായിച്ച് ഉപദ്രവിച്ച് അവനാണ്ട് പോകും. പിന്നെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ട് നല്ല വഴറ്റി ഇളക്കിയ ആളെ ചീത്ത പറഞ്ഞ് ഒരു ഭാഗത്ത് കയറ്റിയിരുത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇരുന്ന് കഥ പറയുന്നതാണ് ഈ കാണുന്നത്. കഥ പറയൂ, വീഡിയോ എടുക്കുന്നതാണോ, മുണ്ടാതെ അങ്ങനെ ഇരിക്കൂ. അത് കഴിഞ്ഞാൽ പിന്നെയും തുടങ്ങും. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ പരിപാടികൾ. അപ്പോൾ അതാ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലൊക്കെ കഴുകി ഇട്ട് കൊടുക്കാം. ചിക്കൻ കറി ഉണ്ടാക്കണമെന്നൊന്നും അധികം വിശദീകരിച്ച് പറയണ്ടെന്നറിയാം. എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയല്ലേ. എന്നാലും ഇങ്ങനെ എടുത്തപ്പോൾ ജസ്റ്റ് ഒന്ന് പറയണമെന്ന് തോന്നി. അതുകൊണ്ടാട്ടോ അങ്ങനെ പറഞ്ഞെടുക്കണത്. ആൾ ഭയങ്കര കഥ പറച്ചിലാണ് കേട്ടോ. കുറുക്കൻ്റെയും സിംഹത്തിൻ്റെയും കുരങ്ങൻ്റെ ഒക്കെ കൂടെ എന്തൊക്കെയോ ഒരു കഥ ഉണ്ടാക്കി അങ്ങനെ ഇരുന്ന് പറയാണ്. കേൾക്കാനൊരു രസം. കുക്ക് ചെയ്യുന്ന ടൈമിൽ ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്കൊരു എൻ്റർടൈൻമെൻ്റ് അല്ലേ. വെറുതെ ഇങ്ങനെ ചെയ്യണ മാതിരിയല്ലല്ലോ, ഒരു രസം. അപ്പോൾ ഇതാ നമുക്ക് തക്കാളിയും ഉപ്പൊക്കെ ഇട്ടാൽ വേഗം വാടിട്ടാ. തക്കാളി ഇട്ടിട്ട് ഉപ്പിട്ട് കൊടുത്താൽ നല്ല വാടി കിട്ടും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിട്ട് നല്ല ഇളക്കി ഒന്ന് മൂടി നന്നായിട്ടുണ്ട് വേവിച്ചെടുക്കാം. നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ട് അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നല്ല സെറ്റായി വന്നിട്ടുണ്ട്. അധികം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല ഒക്കെ ഇട്ട് നന്നായിട്ടുണ്ട് സെറ്റാക്കി പച്ചമണമൊക്കെ ഇടുന്നവരാണ്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ചിക്കൻ ഇട്ടിട്ട് നല്ലോണം ഇളക്കി സെറ്റാക്കി മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ചിക്കൻ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടാണ്.
ചിക്കൻ കറിയൊക്കെ പെട്ടെന്ന് സെറ്റാവും, അതിനൊന്നും വലിയ പണിയില്ല. അപ്പോൾ ഇതൊക്കെ സെറ്റായി. ഇനി കുറച്ച് നേരം ഇരിക്കണം, ഉണ്ടാക്കി വെച്ച് കുറച്ച് നേരം അടച്ചവിടെ വെക്കണം, എന്നാലേ അതിൻ്റെ ടേസ്റ്റ് ശരിക്കും നമുക്കൊന്ന് അറിയാൻ പറ്റുള്ളൂ. ഉണ്ടാക്കിയ പാടാണ്ട് കഴിക്കാൻ പോയാൽ അതിൻ്റെ ഒരു ശരിക്കുള്ളൊരു ടേസ്റ്റൊന്നും നമുക്ക് കിട്ടില്ല. അപ്പോൾ ഉണ്ടാക്കിയൊരു അരമണിക്കൂറൊക്കെ അങ്ങനെ എടുത്ത് വെക്കണം എന്ന് പറഞ്ഞാൽ അടച്ച് വെച്ച് സേഫാക്കിയിട്ട് വെക്കണം. തിന്നുന്ന നേരത്തെ പിന്നെ എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇവിടെ ദോശയൊക്കെ ഉണ്ടാവും, രാവിലത്തെ ദോശയും. അപ്പോൾ ദോശ വേണ്ടവർക്ക് ദോശ തിന്നാം, ചോറ് വേണ്ടവർക്ക് ചോറ് തിന്നാം. അപ്പോൾ ചിക്കൻ കറി അല്ലേ, അപ്പോൾ അത് കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ വെച്ചതാണ്. പിന്നെ അതാ അവിടെ TV കാണുന്ന പരിപാടിയാണ്. മൂത്ത മോനിരുന്ന് TV കാണാണ്. ഇതിൻ്റെ ഇടയിൽ ഒരാൾ ചിക്കനൊക്കെ എടുത്തിടുന്നിട്ട് ടേസ്റ്റ് നോക്കി സൂപ്പറാന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം വളരെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. ഇനി ചോറ് തിന്നാൽ എല്ലാം സെറ്റാക്കി കിടന്നുറങ്ങാം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, നാളെ വേറൊരു വീഡിയോ ആയിട്ട്, വെറൈറ്റി വീഡിയോ ആയിട്ട് വരണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നാളെ കാണാം. ഓക്കെ, ബൈ.